ഈ കഥ തുടങ്ങുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് കാണിച്ചുകൊണ്ടാണ്. ഒരു ആംബർ അലേർട്ടാണ് സംഭവം. ഈ ആംബർ അലേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഗവൺമെന്റ് പുറത്തുവിടുന്ന എമർജൻസി അലേർട്ടാണ്. 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. അവന്റെ പേര് ആൾട്ടൻ എന്നാണ്. റോയ് എന്ന് പറയുന്ന ആളാണ് അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് രണ്ടാളുകൾ ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിന്റെ അകത്തിരിക്കുകയാണ്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ റോയും അയാളുടെ ഒരു ഫ്രണ്ടായ ലൂക്കാസുമാണ് ആ ഹോട്ടൽ റൂമിന്റെ അകത്തുള്ളത്. ഈ റോയ് എന്ന് പറയുന്നതാണ് ആൾട്ടന്റെ അച്ഛൻ. അയാൾ തന്നെയാണ് അവനെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ റൂമിന്റെ അകത്ത് അവർ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് പ്രകാശം അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ആ റൂം മൊത്തത്തിൽ അവർ കാർഡ്ബോർഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ പയ്യനെ അവിടെ ഇരുത്തിയിട്ട് അവരൊരു തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് അവന്റെ അച്ഛൻ ആ തുണിയൊക്കെ എടുത്ത് മാറ്റുന്നത്. അവനൊരു പ്രത്യേകതരം ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു ഹെഡ്സെറ്റും അവൻ വെച്ചിട്ടുണ്ട്. സമയം രാത്രി ആയതുകൊണ്ടാണ് അയാൾ ഇപ്പൊ ആ തുണി മാറ്റിയത്. അങ്ങനെ അവർ വേഗം തന്നെ അവനെയും കൊണ്ട് ആ ഹോട്ടൽ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അവരുടെ കാർ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയവും ആ ന്യൂസ് ഇങ്ങനെ ടിവിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റും ആ ന്യൂസ് കാണുന്നുണ്ട്. ഈ സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ രണ്ടാൾക്കാരെ അവർ ശ്രദ്ധിക്കുന്നത്. അവർ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് കാര്യം ഇൻഫോം ചെയ്യാണ്. അങ്ങനെ ലൂക്കാസ് റോയും കൂടെ ആ കുട്ടിയെയും കൊണ്ട് വേഗം മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം ആൾട്ടൻ ആണെങ്കിൽ പുറകിലത്തെ സീറ്റിലിരുന്നിട്ട് ഒരു കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛനും ലൂക്കാസും കൂടെ അവിടുത്തെ റേഡിയോയിൽ വരുന്ന ന്യൂസ് ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവരുടെ കാറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ആ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കാറിലാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ലൂക്കാസ് ആണെങ്കിൽ വളരെ വേഗത്തിൽ മറ്റൊരു റൂട്ട് വഴി വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇനി കാണിക്കുന്നത് കാൽവിൻ എന്നു പേരുള്ള ഒരു മതപുരോഹിതനെയാണ്. അയാളും അയാളുടെ 2 അനുയായികളും ചേർന്നിട്ട് ആ ന്യൂസ് റിപ്പോർട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആൾട്ടൻ എന്ന് പറഞ്ഞ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം. അവനെ തട്ടിക്കൊണ്ടുപോയത് റോയ് എന്ന് പറഞ്ഞ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു ഫോട്ടോയും കൂടെ അതിൽ കാണിക്കുന്നുണ്ട്. ആ ന്യൂസ് എല്ലാം കണ്ടതിന് ശേഷം കാൽവിൻ ആണെങ്കിൽ അയാളുടെ അനുയായികളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ആ കുട്ടിയെ നമുക്ക് ഉടനെ വീണ്ടെടുത്തേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ നേരെ പോകുന്നത് അയാളുടെ ടീമിന്റെ അടുത്തേക്കാണ്. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു പ്രത്യേകതരം വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഈ ടീമിനെ പറയുന്നത് റാഞ്ച് എന്നാണ്. കാൽവിൻ അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ചില പ്രഭാഷണങ്ങളൊക്കെ പറയാൻ തുടങ്ങി. വളരെ വിയേർഡായിട്ടുള്ള ചില കാര്യങ്ങളാണ് അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില നമ്പറുകളാണ് ആദ്യം അയാൾ പറയുന്നത്. പിന്നെ എന്തോ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചിട്ടും ഒരു പ്രകാശത്തെ കുറിച്ചിട്ടൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് FBI-കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും FBI-കാർ അറസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് FBI-യിലെ ആളുകൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ ചോദ്യം ചെയ്യലൊക്കെ ആരംഭിച്ചു. ആദ്യമായിട്ട് അവർ സംസാരിക്കുന്നത് കാൽവിന്റെ അടുത്താണ്. ആ ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ പോൾ എന്ന് പറയുന്ന ഒരാളും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇയാളാണ് NSAയുടെ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ. അയാൾ വന്ന ഉടനെ തന്നെ കാൽവിന്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഞങ്ങളുടെ സർവൈലൻസിലായിരുന്നു. നിങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ നിങ്ങൾ പല നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. മാത്രമല്ല വളരെ വിചിത്രമായ വേറെയും ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അതിലെല്ലാം ഉണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾ അതെല്ലാം സാറ്റലൈറ്റ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഇതുവരെ ഗവൺമെന്റ് കണ്ടുപിടിക്കാത്ത രീതിയിലാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പോള് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആ പയ്യൻ പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് കാൽവിൻ അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അപ്പോൾ ആ പയ്യൻ നിങ്ങളുടെ ആരാണ് അവർ വീണ്ടും ചോദിക്കുന്നു. എന്റെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ഞാനാണ് എടുത്തു വളർത്തിയത്. അവന്റെ യഥാർത്ഥ അച്ഛൻ അവനെ തട്ടിക്കൊണ്ടുപോയ റോയ് ആണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. 8 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ വീണ്ടും ചോദിക്കുന്നു. അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അവൻ ചില സമയത്ത് പല ഭാഷകളും സംസാരിക്കാറുണ്ട്. അതിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല ഭാഷകളും ഉണ്ട്. ഞങ്ങൾ അതെല്ലാം ദൈവത്തിന്റെ വാക്കുകളായിട്ടാണ് വിശ്വസിക്കുന്നത് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ വിശ്വാസം, അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഈ പ്രഭാഷണത്തിൽ മാർച്ച് 6 വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത അവർ വീണ്ടും ചോദിക്കുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ കാൽവിൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിന്റെ പുറകിലാണ് പോകുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല എന്നൊരു മറുപടിയാണ് കാൽവിൻ അതിന് പറയുന്നത്. അതെല്ലാം കേട്ട് ആ ഓഫീസേഴ്സ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റോയും ലൂക്കാസും കൂടെ ആൾട്ടനെയും കൊണ്ട് പോകുന്നത് വേറൊരാളുടെ വീട്ടിലേക്കാണ്. ഇയാളുടെ പേര് എൽഡൻ എന്നാണ്. ഇയാളും ആ റാഞ്ചിലുള്ളതാണ്. ഇന്നത്തെ രാത്രി അവർ അവിടെയാണ് കഴിയാൻ പോകുന്നത്. അങ്ങനെ ആ വീട്ടിനകത്തേക്ക് കയറി അവിടെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം എൽഡൻ റോയിന്റെ അടുത്ത് ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അയാൾ ഇപ്പൊ അവന് കാണിച്ചു കൊടുക്കുന്നത് ഒരു സ്ഥലത്തിന്റെ മാപ്പാണ്. നീ എനിക്ക് കോർഡിനേറ്റ്സ് അയച്ചു തന്നിട്ടില്ലായിരുന്നു, ആ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് റാഞ്ചിലുള്ള മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ എന്നാണ് എൽഡൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല, അവർക്ക് ഡേറ്റിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് റോയ് അതിന് മറുപടി പറയുന്നത്.
ഓ അങ്ങനെയാണോ, ഞാൻ ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ശരിക്കും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം അവൻ കാണിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഈ സ്ഥലത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ എൽഡൻ ഇപ്പൊ റോയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ നിർത്ത് എൽഡൻ, ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ പറ്റിയ സാഹചര്യമല്ല, ഞാനാണെങ്കിൽ നന്നായിട്ട് തളർന്നിട്ടുണ്ട്, ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ എന്നാണ് റോയ് പറയുന്നത്. എൽഡൻ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അവര് നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് ആ വീട് മൊത്തത്തിൽ കുലുങ്ങുന്നത്. അത് കണ്ട ഉടനെ തന്നെ റോയും ലൂക്കാസും കൂടെ നേരെ ഓടിച്ചെല്ലുന്നത് ആൾട്ടന്റെ റൂമിലേക്കാണ്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ എൽഡൻ ആൾട്ടനെ നോക്കിയിരിക്കുകയാണ്. അവന്റെ കണ്ണിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേക്കാണ് എൽഡൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ലൈറ്റ് പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ ആ വീടിന്റെ ഒരു ഭാഗം മൊത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ റോയ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എൽഡനെ മറിച്ചിടുകയാണ്. ഈ സമയം ആൾട്ടൻ ആണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട്. അത് കാണുന്ന റോയ് വേഗം ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ പോൾ ആണെങ്കിൽ ആ റാഞ്ചിലുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അതായത് ആൾട്ടന്റെ കണ്ണിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു ലൈറ്റ് പുറത്തേക്ക് വരും. അത് വരുന്ന സമയത്ത് ആ ഏരിയയിലുള്ള മുഴുവൻ കാര്യങ്ങളും തകർന്നു വീഴാറുണ്ട്. മാത്രമല്ല പല വിചിത്രങ്ങളായിട്ടുള്ള മറ്റ് സംഭവങ്ങളും നടക്കാറുണ്ട്. ഇവൻ കുട്ടിയായിരുന്നപ്പോ ഇത്രയും പവർ ഇല്ലായിരുന്നു. വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് അവന്റെ ശക്തിയൊക്കെ കൂടിക്കൂടി വന്നതാണ്. ഈ സൂര്യപ്രകാശമുള്ള സമയത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയം അവനെ ഞങ്ങൾ ഉറക്കാറാണ് പതിവ്. രാത്രിയാവുമ്പോഴാണ് അവൻ ഉണർന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് റാഞ്ചിലെ പരിപാടികളൊക്കെ ഞങ്ങൾ രാത്രി കാലങ്ങളിൽ നടത്തുന്നത്. ആൾട്ടന് അമ്മയുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നത് കാരണം അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചിട്ട് പോവാനുണ്ടായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറയുന്നത്. അതേക്കുമ്പോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ പറയണം. മാർച്ച് 6 വെള്ളിയാഴ്ച, ആ ദിവസത്തിന് എന്താണ് പ്രത്യേകത? പോൾ വീണ്ടും ചോദിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്ന് നമ്മുടെ ജഡ്ജ്മെന്റ് ഡേ ആണെന്നാണ്. ആൾട്ടൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ദിവസത്തിന് അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊരു മറുപടിയാണ് അവരെല്ലാവരും അയാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റോയും ലൂക്കാസും കൂടെ ആൾട്ടനെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾട്ടൻ ആണെങ്കിൽ പതിവ് പോലെ തന്നെ അവന്റെ ആ കോമിക് ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് അവൻ മുകളിലേക്ക് നോക്കിയിട്ട് സ്പാനിഷ് ഭാഷയിൽ എന്തോ സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ ലൂക്കാസിന് ശരിക്കും അത്ഭുതമായി. ഇവൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നീ റേഡിയോയിൽ ആ സ്പാനിഷ് ചാനൽ വെച്ച് നോക്ക് എന്നാണ് റോയ് പറയുന്നത്. ലൂക്കാസ് ആണെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്യുന്നു. ആ സ്പാനിഷ് ചാനലിൽ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് പുറകിലിരുന്നിട്ട് ആൾട്ടനും പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇവന് മനസ്സിലാവുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലൂക്കാസ്. അങ്ങനെ അവർ ഉടനെ തന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തുകയാണ്. അതിനുശേഷം ലൂക്കാസും റോയും പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. കുറച്ചു സമയം ആൾട്ടൻ അതിന്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ എന്തോ ഒരു കാര്യം തോന്നിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവനിപ്പോൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ആകാശത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ലേഡി അവന്റെ അടുത്തേക്ക് വരുന്നത്. നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനത്തെ കണ്ണാടിയൊക്കെ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കുറച്ച് ദൂരെ നിന്നും റോയും കാണുന്നുണ്ട്. അയാൾ വേഗം തന്നെ ഓടിച്ചെന്നിട്ട് ഇതെന്റെ മകനാണെന്നും പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ ആ ലേഡി പോയി കഴിഞ്ഞിട്ട് റോയ് ആണെങ്കിൽ അവന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിന്നോട് പറഞ്ഞിട്ടില്ല വണ്ടിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ആകാശത്ത് നിന്നും ഉൽക്കകൾ പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് വന്ന് വീഴുന്നത്. ആ ഗ്യാസ് സ്റ്റേഷന് ചുറ്റുമായിട്ട് അതിങ്ങനെ തുടരെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ റോയും ലൂക്കാസും വേഗം അവനെയും കയറ്റിയിട്ട് ആ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ആൾട്ടന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഇവനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്നാണ് ലൂക്കാസ് ചോദിക്കുന്നത്. അത് വേണ്ട, നീ ഞാൻ പറഞ്ഞിടത്തേക്ക് വണ്ടി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് റോയ് അവന്റെ മകനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ റോയുടെ നിർദ്ദേശപ്രകാരം ലൂക്കാസ് അവരെയും കൊണ്ട് നേരെ പോകുന്നത് ആൾട്ടന്റെ അമ്മയുടെ അടുത്തേക്കാണ്. ഇവളുടെ പേര് സാറ എന്നാണ്. കുറെ കാലമായി അവർ തന്നെ മകനെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ അവനെ വീണ്ടും കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ അവരവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇന്നത്തെ ദിവസം അവർ സാറയുടെ വീട്ടിലാണ് കഴിയാൻ പോകുന്നത്. അങ്ങനെ ആൾട്ടനെ കിടത്തി ഉറക്കിയതിനു ശേഷം സാറ വന്നിട്ട് റോയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവനെ കണ്ടിട്ട് അവനെ തീരെ വയ്യാത്ത പോലുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നമുക്ക് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്കിപ്പോ നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ പോലെ തന്നെ തുടരാം. എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച അവൻ ആ സ്ഥലത്തേക്ക് എത്തിച്ചേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പ്രശ്നമാവും എന്നാണ് റോയ് പറയുന്നത്. മറ്റൊരു നിവൃത്തിയുമില്ലാതെ ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. പോളും ടീമും കൂടെ ആ ഉൽക്ക പോലൊരു സാധനം വന്ന് വീണിട്ടുണ്ടായിരുന്നല്ലോ, അവിടേക്ക് വന്ന് അവിടേക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വന്ന് വീണിരിക്കുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. ആൾട്ടൻ കാരണമാണ് അത് അങ്ങോട്ട് വീണിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇതേ സമയം തന്നെ സാറയും റോയും കൂടെ അവളുടെ വീട്ടിലിരുന്നിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൽ പറയുന്നത് ആ സാറ്റലൈറ്റ് വന്ന് വീണ കാര്യം തന്നെയാണ്. 60 മൈൽ ചുറ്റളവിലാണ് ആ സാറ്റലൈറ്റിന്റെ ഡിബ്രീസ് ഒക്കെ തെറിച്ചു വീണിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ആർക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ സാറ്റലൈറ്റ് വന്ന് വീഴുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ന്യൂസ് ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം സാറ നേരെ പോകുന്നത് പുറത്തിരുന്നിട്ട് വണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ലൂക്കാസിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ
ചോദിക്കാൻ തുടങ്ങി. ഈ ലൂക്കാസിനെ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. റോയി അവനും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാനും റോയും ഒരുമിച്ചാണ് വളർന്നത്, ഞങ്ങൾ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ അച്ഛനും അമ്മയും അവനെയും കൂട്ടിയിട്ട് ആ റാഞ്ചിലേക്ക് മൂവ് ആയത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് റോയി ആൾട്ടൻ എന്റെ റൂമിലേക്ക് വന്നു. അവൻ എന്തോ പ്രശ്നത്തിലാണ്, ഒന്ന് സഹായിക്കണം എന്നാണ് റോയി എന്റെ അടുത്ത് പറഞ്ഞത്. അതിനെ തുടർന്ന് ഞാൻ അവന്റെ കൂടെ കൂടുകയായിരുന്നു. ആ ഒരു സമയത്താണ് ആൾട്ടന്റെ കണ്ണിലെ ആ പ്രകാശം ഞാൻ കണ്ടത്. അത് വളരെ പവർഫുൾ ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൂക്കാസ് അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രിയായി കഴിയുമ്പോൾ അവരെല്ലാവരും കൂടെ ആൾട്ടനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയം സാർ അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ ആ ഗ്യാസ് സ്റ്റേഷനിലെ സംഭവം ഓർക്കുന്നില്ലേ? നീ മനഃപൂർവ്വം ആ സാറ്റലൈറ്റിനെ പിടിച്ച് താഴേക്ക് ഇട്ടതാണോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ആ പോലീസുകാരുണ്ടല്ലോ, അവർ ആ സാറ്റലൈറ്റ് വഴി എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ സാറ്റലൈറ്റ് ഞാൻ തകർത്ത് കളഞ്ഞത് എന്നൊരു മറുപടിയാണ് ആൾട്ടൻ അവർക്ക് കൊടുക്കുന്നത്. അവന്റെ ആ ഒരു മറുപടി കേട്ട് കഴിയുമ്പോൾ അവർ പിന്നീടൊന്നും അവനോട് ചോദിക്കുന്നില്ല. അങ്ങനെ കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആൾട്ടന് വല്ലാതെ ശ്വാസം മുട്ടുന്നത്. മാത്രമല്ല അവന്റെ കണ്ണിൽ നിന്നും ശക്തമായിട്ടുള്ള ലൈറ്റ് അടിക്കാൻ തുടങ്ങി. അതിപ്പോൾ ആ കാറ് മൊത്തം സ്പ്രെഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വണ്ടി നിർത്തുകയും ചെയ്യുന്നു. ഈ സമയം അവന് വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അവൻ അവിടുത്തെ പുല്ലിൽ കൈവച്ചിട്ട് ഓക്കാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നടക്കുന്നത്. അവൻ ആ പുല്ലിൽ കൈവയ്ക്കുമ്പോൾ ആ പുല്ല് മൊത്തത്തിൽ കരിഞ്ഞു പോവാണ്. ഇതെല്ലാം കാണുമ്പോൾ ലൂക്കാസിന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഇനി നമ്മൾ ഇവനെങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ലൂക്കാസ് പറയുന്നത്. എന്നാൽ അവൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും റോയ് അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് ആൾട്ടൻ എഴുന്നേറ്റിട്ട് മുകളിലേക്ക് നോക്കുന്നത്. അവര് വരുന്നുണ്ട് എന്നാണ് അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത്. അവര് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ആകാശത്ത് നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ സാറയെ ലൂക്കാസിന്റെ കൂടെ നിർത്തിയിട്ട് അവൻ അവന്റെ അച്ഛനെയും കൊണ്ട് കാട്ടിലേക്കാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ കുറെ ഓടി അവരൊരു ഗുഹയ്ക്കുള്ളിലേക്കാണ് എത്തുന്നത്. ആ ഗുഹ കാണുമ്പോൾ റോയ്ക്കാകെ അത്ഭുതമായി. ഈ ഇരുട്ടത്ത് നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗുഹ കണ്ടുപിടിച്ചത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഈ സമയത്താണ് ആൾട്ടൻ മറ്റൊരു കാര്യം കൂടെ റോയുടെ അടുത്ത് പറയുന്നത്. എന്ത് സംഭവിച്ചാലും നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പക്ഷെ സൂര്യപ്രകാശത്തെ നീ താങ്ങുമോ, അത് നിന്നെ കൊല്ലത്തില്ലേ എന്നാണ് റോയ് ചോദിക്കുന്നത്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ പോളാണെങ്കിൽ അയാൾ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാൽവിൻ അയാളുടെ പ്രഭാഷണത്തിൽ പറഞ്ഞ ചില നമ്പേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ പരിശോധിച്ചതിൽ നിന്നും അത് ചില പ്രത്യേക സ്ഥലങ്ങളുടെ കോർഡിനേറ്റ്സ് ആണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. മാത്രമല്ല ആ പരിശോധനയിൽ ഇനി എങ്ങോട്ടാണ് ആൾട്ടൻ പോകുന്നത് എന്ന കാര്യം അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയം തന്നെ ലൂക്കാസും മേരിയും ഒരു റൂം എടുത്തിട്ട് അതിനകത്ത് സെറ്റിൽ ആയിട്ടുണ്ട്. റോയ് ആൾട്ടനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കാറായി. റോയ് ആണെങ്കിൽ ആൾട്ടൻ പറഞ്ഞതുപോലെ അവനെയും കൊണ്ട് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവന്റെ കണ്ണിൽ നിന്നും ആ പ്രകാശം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. റോയ് ആണെങ്കിൽ അവനിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പൊട്ടിത്തെറി അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ നിൽക്കുന്ന ഭാഗത്തായിട്ട് ഒരു വലിയ ആവരണമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് ആ ഹോട്ടൽ റൂമിലെത്തി. ആൾട്ടൻ ഇപ്പോ വെളിച്ചത്തിൽ കണ്ണടയില്ലാതെ തന്നെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ലൂക്കാസും മേരിയും ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം ആൾട്ടൻ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഞാൻ ഇന്നത്തെ സൂര്യോദയം കണ്ടു. അതിൽ നിന്നും ഞാൻ ആരാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ ലോകമുണ്ടല്ലോ, അതിന്റെ മുകളിലായിട്ട് മറ്റൊരു ലോകമുണ്ട്. എന്നെ പോലുള്ള ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. ആ ഒരു ലോകം ഞങ്ങൾ ഇന്ന് കണ്ടു എന്നാണ് അവൻ പറയുന്നത്. അവനത് പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും അതുപോലെ കണ്ണിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രകാശം വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവൻ പറയുന്നത് സത്യമാണ് എന്ന കാര്യം എല്ലാവർക്കും വിശ്വാസമായി. അങ്ങനെ ആ സംസാരത്തിന് ശേഷം സാറ റോയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളും ആ ലോകം കണ്ടു എന്ന കാര്യം സത്യമാണോ? സത്യമാണ് സാറ, ഞാനും ആ ലോകം കണ്ടു. കുറച്ച് സെക്കൻഡുകൾ മാത്രമേ അതെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മകനും ആ ലോകത്ത് തന്നെ ആയിരിക്കും ജീവിക്കേണ്ടത്. ആ കാര്യം നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. എന്തായാലും നാളെ ഒരൊറ്റ ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. നാളത്തെ ദിവസം നമ്മുടെ മകനും ആ ലോകത്തേക്ക് പോകുമായിരിക്കും എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ കാൽവിൻ അയച്ച 2 ആൾക്കാരെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം അവർ തമ്മിൽ ഒരു ഷൂട്ട് ഔട്ട് ഒക്കെ നടക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ലൂക്കാസിനും റോയ്ക്കും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം ആ 2 ആളുകളും ആൾട്ടനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ലൂക്കാസും കൂട്ടരും അവരെ വിടുന്നില്ല. അവർ ഉടനെ തന്നെ അവരുടെ കാറും എടുത്തിട്ട് ആ 2 ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം പോയി ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിലാണ് അവർ എത്തിച്ചേരുന്നത്. പട്ടാളക്കാരാണ് അവിടെ വണ്ടി തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ ആൾട്ടനെ തട്ടിക്കൊണ്ടുപോയ ആ ട്രക്ക് അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ആരെയും അവിടെ കാണുന്നില്ല. അതിൽ നിന്നും ഗവൺമെന്റിന്റെ ആളുകളൊക്കെ ആൾട്ടനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും നിരാശയിലാണ്. ഇനിയിപ്പോ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. നാളത്തെ ദിവസം അവൻ ആ പ്രത്യേക സ്ഥലത്ത് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പ്രശ്നത്തിലാവും. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ടെൻഷൻ. അങ്ങനെ സമയം രാത്രിയായി. ലൂക്കാസും കൂട്ടരും എന്താണ് ചെയ്യേണ്ടത് എന്ന ടെൻഷനിലാണ്. ആരാണ് അവനെ കടത്തിക്കൊണ്ടുപോയത്? FBI കാരാണോ? CIA കാരാണോ? ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ലൂക്കാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒന്ന് അടങ്ങ് ലൂക്കാസ്,
നമുക്ക് എന്തായാലും ഇനി അവനെ കണ്ടെത്താൻ പറ്റത്തില്ല. അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയായിരുന്നു. അത് നമ്മളെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അവനെ കിട്ടാനും പോകുന്നില്ല എന്നാണ് റോയ് വിഷമത്തോടെ പറയുന്നത്. ഇതേ സമയം ആ പട്ടാളക്കാരൊക്കെ FBI-യിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവനിപ്പോ ഒരു റൂമിനകത്ത് ഇരുത്തിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അവർ ചോദിക്കുന്നതിനൊന്നും അവൻ ഉത്തരം പറയുന്നില്ല. ഞാൻ പോളിനോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നൊരു കാര്യം മാത്രമാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പോളിന് ശരിക്കും അത്ഭുതമായി. ഇവൻ എങ്ങനെയാണ് തന്റെ പേര് അറിയുന്നത് എന്നാണ് അവൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം അവൻ പോളിനോട് മാത്രം സംസാരിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരുടെ വിചാരം പുറത്തു നിന്നും ക്യാമറ വഴി അവൻ പറയുന്നൊക്കെ ശ്രദ്ധിക്കാമെന്നാണ്. എന്നാൽ അവിടെ അവൻ ഒരു പണി കൊടുത്തിട്ടുണ്ട്. അവൻ അവന്റെ മൈൻഡ് വെച്ച് ആ ക്യാമറ മൊത്തം ഹാക്ക് ചെയ്തിരിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അവൻ അവിടെ ഇരിക്കുന്നതായിട്ടേ കാണത്തുള്ളൂ. എന്നാൽ റിയലി അവൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവന്റെ മൈൻഡ് വെച്ചിട്ട് അവനെ പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിന്റെ ഡോറും അവൻ അൺലോക്ക് ചെയ്യുന്നു. അതിനുശേഷം അവൻ പോളിനെ അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. വളരെ പേടിച്ചിട്ടാണ് പോൾ അവന്റെ അടുത്തേക്ക് നടക്കുന്നത്. അങ്ങനെ അവന്റെ മുന്നിലെത്തിയതിനു ശേഷം പോൾ അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. 2-3 ദിവസമായിട്ട് ഞാൻ നിന്നെ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകളൊക്കെ നിന്നെ ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ റാഞ്ചിലുള്ള ആളുകളൊക്കെ നിന്നെ ദൈവമായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നീ ആരാണ്? പോൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഇത് രണ്ടുമല്ല. ഞാൻ മറ്റൊരു ലോകത്തിലുള്ളതാണ്. അവിടെ വേറെയും കുറെ ആളുകളുണ്ട്. കുറെ കാലമായിട്ട് അവർ നമ്മളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ എനിക്ക് അങ്ങോട്ട് പോകണം എന്നാണ് അവൻ പറയുന്നത്. അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും തീക്ഷ്ണമായ പ്രകാശം വരുന്നുണ്ട്. അതൊക്കെ കണ്ട് പോൾ ആണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ്. ഈ സമയവും റോയും കൂട്ടരും ആ റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് അവിടെ നിന്നൊരു ഫോൺ റിങ് ചെയ്യുന്നത്. റോയ് വേഗം ചെന്ന് ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ പോളാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മകൻ എന്റെ കൂടെയുണ്ട്. നാളെ രാവിലെ ഇന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവും. നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരേണ്ടതാണെന്നും പറഞ്ഞിട്ട് അവൻ ആ സ്ഥലത്തിന്റെ കോർഡിനേറ്റ്സ് ആണ് റോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള ഒരു കാറിൽ കയറിയിട്ട് അവർ ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം FBI-ക്കാരാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അവിടെ മൊത്തത്തിൽ കറണ്ട് പോയിട്ടുണ്ട്. മാത്രമല്ല ആ പയ്യനെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി പട്ടാളക്കാർ മുഴുവൻ പരക്കം മഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. പോൾ പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. പോളാണെങ്കിൽ ആൾട്ടനെ അവന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അവർ പോയി കഴിയുമ്പോൾ അവർ തന്റെ കയ്യിൽ നിന്ന് ആൾട്ടനെ പിടിച്ചോണ്ട് പോയതാണെന്ന് കാണിക്കാൻ വേണ്ടി വിലങ്ങും വെച്ചിട്ടാണ് പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ റോയും കൂട്ടരും ഇപ്പോൾ ഒരു പാലത്തിന്റെ അടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. റോയ് ഇപ്പോൾ ആൾട്ടന്റെ ശരീരത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആൾട്ടൻ അവന്റെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു കാരണവശാലും നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിന്നെക്കുറിച്ചല്ലാതെ ഞാൻ ആരെക്കുറിച്ച് ഓർത്തിട്ടാണ് വിഷമിക്കേണ്ടത് എന്നാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ ആ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവൻ ആ പ്രത്യേക ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ അവന്റെ അമ്മയെയാണ് റോയ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവര് വേഗം ആ കാറിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പട്ടാളക്കാരാണെങ്കിൽ അവരെയും തെരഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. അവരിപ്പോ ഹെലികോപ്റ്ററിലാണ്. അങ്ങനെ കുറെ പോയി ഒരു വളവിലെത്തുമ്പോഴാണ് അവരവിടെ വണ്ടി നിർത്തുന്നത്. ആ വളവിന്റെ അപ്പുറത്തായിട്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് എന്ന കാര്യം ആൾട്ടന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ കാര്യം റോയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന റോയ് ആണെങ്കിൽ അവരോട് താഴേക്ക് കിടക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ വണ്ടി മുന്നോട്ട് ഓടിക്കുകയാണ്. അങ്ങനെ റോയ് പെട്ടെന്ന് തന്നെ ആ പട്ടാളക്കാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാരിക്കേഡ് മൊത്തം തകർത്തിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് ആൾട്ടൻ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറയുന്നത്. അങ്ങനെ അവർ വണ്ടി നിർത്തി കഴിയുമ്പോൾ ആൾട്ടൻ ആണെങ്കിൽ വേഗം തന്നെ അവിടുത്തെ കാട്ടിലേക്ക് ഓടിപ്പോവാണ്. സാറയാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് അവന്റെ പുറകെ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം റോയും ലൂക്കാസും ആ പട്ടാളക്കാരുള്ള വഴിക്കാണ് പോകുന്നത്. അങ്ങനെ ആൾട്ടൻ നേരെ പോകുന്നത് ഒരു വയലിന്റെ അടുത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും പ്രകാശം വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നേരത്തെ കണ്ട പോലത്തെ വലിയൊരു ആവരണമാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതിനകത്തെ കാഴ്ച സാറയെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതിനകത്ത് അവൻ പറഞ്ഞ പോലത്തെ ആ ലോകമാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയ വലിയ വലിയ നിർമ്മിതികളാണ് ആ ലോകത്ത് കാണുന്നത്. അതായത് ഒരു പാരലൽ വേൾഡ്. വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. അവൾക്ക് മാത്രമല്ല രാജ്യത്തെ പല ആളുകൾക്കും ആ ലോകത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ആൾട്ടനെ പോലിരിക്കുന്ന വേറെ കുറെ ആളുകൾ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാട്ടിൽ നിന്ന് മാത്രമല്ല ആ നിർമ്മിതിയുടെ മുകളിലൊക്കെ അവനെ പോലുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ആൾട്ടനാണെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൻ ആ ലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ ലോകം മൊത്തത്തിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അതൊക്കെ കണ്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് സാറ. അങ്ങനെ പോലീസുകാരൊക്കെ ലൂക്കാസിനെ റോയിനെയും പിടിച്ചു. അവരിപ്പോ ലൂക്കാസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെന്തൊക്കെ അവനോട് ചോദിച്ചിട്ടും നിങ്ങൾ കണ്ട കാര്യം മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ എന്ന കാര്യം മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല അവനിങ്ങനെ ചോദിച്ചിട്ട് വേറൊന്നും പറയാത്തോണ്ട് അവർ ആ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേസമയം സാറയാണെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ്. അവളിപ്പോ അവളുടെ ട്രഡീഷൻ പരമായിട്ടുള്ള അവളുടെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അവൾ അവളുടെ മകന്റെ കാര്യമായിട്ട് ഇപ്പോൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം റോയ് ആണെങ്കിൽ ജയിലിലാണ്. അവനിപ്പോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. തന്റെ മകനെ കുറിച്ചാണ് അവനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവന്റെ മകനെ പോലെ തന്നെ അവന്റെ കണ്ണും ചെറുതായിട്ടൊന്ന് പ്രകാശിക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.